ഇന്ന് സംസ്ഥാനത്തെ വിവിധ വാഹനാപകടങ്ങളിൽ 5 ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. കൊച്ചിയിലെ വൈറ്റിലയിലും കളമശ്ശേരിയിലും കൊല്ലത്തുണ്ടായ അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികരാണ് മരിച്ച 5 പേർ. അതിനിടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ എത്രമാത്രം നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടും യുവാക്കളുടെ കാറിലെ കായിക അഭ്യാസം കണ്ടു. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. കാറിൻ്റെ ഡോറിലിരുന്ന് സാഹസികമായി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. വൈറ്റില പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അമിത വേഗതയിലെത്തിയ സ്കോർപിയോ വാൻ ബൈക്കിലിടിച്ച് പിതാവും മകനും മരിച്ചു. ഇളംകുളം സ്വദേശി ഡെന്നി റാഫേൽ, മകൻ ഡെന്നിസൺ ഡെന്നി എന്നിവരാണ് മരിച്ചത്. സ്കോർപിയോ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ പോത്തിനെ ഇടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് യാത്രികൻ മരിച്ചു. കണ്ണൂർ സ്വദേശി അജയ് രമേശാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. കൊല്ലം ശാസ്താംകോട്ട ആഞ്ഞിലിമൂടിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് യുവാവ് മരിച്ചു. ആഞ്ഞിലിമൂട് തട്ടുവിള കിഴക്കതിൽ റോബർട്ടാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കോട്ടയം മണാർക്കാട് നിർത്തിയിട്ട ഗ്യാസ് ലോറി പിന്നോട്ടുരുണ്ടുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ചന്ദ്രദാസാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് പടന്നക്കാട് സ്വകാര്യ ബസും ബൊലോറയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം കല്ലമ്പലം ഞെക്കാട് ജംഗ്ഷന് സമീപം വീട്ടിലേക്ക് ഇന്നോവ കാർ ഇടിച്ചു കയറി. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടങ്ങൾ പെരുകുമ്പോഴും നിരത്തിലെ അഭ്യാസ പ്രകടനങ്ങൾക്ക് കുറവില്ലെന്ന് തെളിയിക്കുന്നതാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിന് സമീപത്ത് നിന്ന് ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ. അപകടകരമായ രീതിയിൽ കാറിൻ്റെ ഡോറിലിരുന്ന് യുവാവ് സഞ്ചരിക്കുകയായിരുന്നു. ഒരു കൈയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചായിരുന്നു സാഹസിക യാത്ര. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ളതാണ് കാർ. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി.